morning students. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മൊഡ്യൂൾ 2ലേക്ക് പോവാം. മൊഡ്യൂൾ 2ൽ നമ്മൾ എയർ പൊല്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ സെഷൻസിൽ നമ്മൾ മൊഡ്യൂൾ 1ൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ പല അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ അതിൻ്റെ പ്രോസസ്സ് എന്താണ്, പിന്നെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കുറച്ച് ടോപ്പിക്സ് റിമൈനിങ് ഉണ്ട്. അത് ഞാൻ ഓഫ്ലൈൻ സെഷനിൽ ഞാൻ വീണ്ടും എടുക്കാം. അപ്പോൾ ഇപ്പോൾ വീണ്ടും ക്ലാസ് ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ മൊഡ്യൂൾ 2ലേക്ക് പോവാണ്. ഇനി നമുക്ക് എയർ പൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന എയർ പ്യൂർ ആണെങ്കിൽ ദർ ഇസ് നോ എയർ പൊല്യൂഷൻ. അപ്പോൾ കുറേ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ കൺട്രീസിലും. അപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സറൗണ്ടിങ് എയർ മോശപ്പെടുകയാണെങ്കിൽ അതിന് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയും. അതുപോലെ എയർ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ് എയറിനെ പൊല്യൂട്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള മെറ്റീരിയൽ. ഇറ്റ് ക്യാൻ ബി എ സോളിഡ്, ഗ്യാസ്, ലിക്വിഡ്, എനിത്തിങ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ യൂഷ്വലി ഗ്യാസസ് നമുക്ക് ഇതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. യൂഷ്വലി ഗ്യാസസ് സൾഫർ ഓക്സൈഡ്സ്, നൈട്രോജൻ ഓക്സൈഡ്സ്, കാർബൺ മോണോക്സൈഡ് വിച്ച് ഇസ് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസ്, ഹൈഡ്രോ കാർബൺസ് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്മോക്ക്, ഡസ്റ്റ്, ഫ്യൂംസ്, ഇതെല്ലാം ഇൻഡസ്ട്രിയിൽ നിന്നും നമ്മുടെ വെഹിക്കിൾസിൽ നിന്നും എല്ലാ സ്ഥലത്തും നമ്മുടെ റെസിഡൻഷ്യൽ ബേണിങ്ങിൽ നിന്ന് വരെ ഡസ്റ്റ് ഉണ്ട്. അതുപോലെ റേഡിയോ ആക്റ്റീവ് എമിഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം നേച്ചറിലുള്ള ഗ്യാസുകൾ, അതായത് ഇപ്പം നൈട്രോജൻ ഓക്സൈഡ് ആയാലും കാർബൺ മോണോക്സൈഡ് ആയാലും ഇതൊക്കെ ഓൾറെഡി നേച്ചറിലുള്ള ഗ്യാസുകളാണ്. ഇത് എപ്പോഴാണ് ഒരു പൊല്യൂട്ടൻ്റായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരളവിൽ കൂടുതൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ then it becomes a pollutant and it creates an adverse environment for us, not only human beings, for any animal or even plants and everything. നമ്മുടെ എൻവയോൺമെൻറ്റിനെ തന്നെ ഒരു ത്രെറ്റായിട്ട് മാറും. Now let us move on to classification of air pollution. അപ്പോൾ എയർ പൊല്യൂഷൻ based on origin, based on chemical composition, based on state of matter, and finally അക്കോർഡിംഗ് ടു സ്പേസ് സ്കെയിൽസ് ഓഫ് ദർ എഫക്ട്സ്. അത് എത്രത്തോളം അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ള ബേസിസിൽ. അപ്പോൾ ഒറിജിൻ രണ്ട് ടൈപ്പാണ്. ദർ ഇസ് പ്രൈമറി പൊല്യൂട്ടൻ ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻ. അപ്പോൾ ഡയറക്റ്റ്ലി അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻ്റെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ അറ്റ്മോസ്ഫിയറിൽ വന്നതിന് ശേഷം അറ്റ്മോസ്ഫിയറിലുള്ള ഇപ്പോൾ ഓക്സിജനായിട്ടോ വേറെ എന്തെങ്കിലും നൈട്രോജനായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് പിന്നീട് സെക്കൻഡറി പൊല്യൂട്ടൻ്റായിട്ട് ഫോം ചെയ്യുന്നതിനാണ് സെക്കൻഡറി പൊല്യൂട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി പൊല്യൂട്ടൻ്റ് ജനറലി സൾഫർ ഓക്സൈഡ്, നൈട്രോജൻ ഓക്സൈഡ്, CO, ഹൈഡ്രോ കാർബൺസ്, ഇതൊക്കെ പ്രൈമറി പൊല്യൂട്ടൻ്റ് ആയിട്ട് വരും. ഇത് തന്നെ അറ്റ്മോസ്ഫിയറിൽ വന്ന് പിന്നെ ഓക്സിജൻ, ഇപ്പോൾ ഓസോൺ ഈസ് ഓൺ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി പൊല്യൂട്ടൻ്റ്. അതേപോലെ പെറോക്സി, അസറ്റൈൽ നൈട്രേറ്റ്, ഇതൊക്കെ സെക്കൻഡറി പൊല്യൂട്ടൻ്റ്. അതായത് അറ്റ്മോസ്ഫിയറിൽ വന്നതിന് ശേഷം പിന്നെയും ബാക്കിയുള്ള അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസുകളായിട്ട് ഇല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ആയിട്ട് അതർ ഇപ്പോൾ ഓക്സിജനോ നൈട്രോജനോ ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ആയിരിക്കും സെക്കൻഡറി പൊല്യൂട്ടൻ്റ്. അതുപോലെ ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ആസ് ഇൻഓർഗാനിക് ആസ് വെൽ ആസ് ഓർഗാനിക്. ഓർഗാനിക് മീൻസ് ഹൈഡ്രോ കാർബൺസ് എല്ലാം ഓർഗാനിക് കാറ്റഗറിയിൽ വരും. ഇൻഓർഗാനിക്കിൽ ഗ്യാസസ്, അതുപോലെ CO, അതുപോലെ നൈട്രോജൻ ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്, ഇതൊക്കെ അമോണിയ, ഇതൊക്കെ ഇൻഓർഗാനിക് ആയിട്ട് വരും. അതുപോലെ അക്കോർഡിംഗ് ടു സ്റ്റേറ്റ് ഓഫ് മാറ്റർ എങ്ങനെയാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പൊല്യൂട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാർട്ടിക്കുലേറ്റ്സ് ഓർ എയറോസോൾസ്. അപ്പോൾ ജനറലി പാർട്ടിക്കുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസ്, അതായത് ഡസ്റ്റ്, സ്മോക്ക്, അതുപോലത്തെ കാര്യങ്ങൾ. അതുപോലെ എയറോസോൾ എന്ന് പറഞ്ഞാൽ സ്പ്രേ ഫോമിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുന്നതൊക്കെ എയറോസോളാണ്. അങ്ങനെയും അതായത് ദർ ഇസ് എ പാർഷ്യലി ഒരു ലിക്വിഡും അതുപോലെ തന്നെ ഗേഷ്യസ് ഒരു കോമ്പിനേഷൻ പോലെ ആയിരിക്കും എയറോസോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ബാക്ടീരിയ, വൈറസ്, ഇതെല്ലാം പാർട്ടിക്കുലേറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഈസ് അക്കോർഡിംഗ് ടു സ്പേസ് സ്കെയിൽസ് ഓഫ് ദർ എഫക്റ്റ്. എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഏരിയ വെച്ചിട്ട്. അപ്പോൾ അതിനകത്ത് ലോക്കൽ ഉണ്ട്, അത് ചെറിയൊരു പോർഷനിലോ ഇൻഡോർ ആയിട്ട് കൺസിഡർ ചെയ്യുക. റീജിയണൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമുള്ളത്. ഗ്ലോബൽ എല്ലായിടത്തും എഫക്റ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്, എവരിവെയർ ഇറ്റ് ഇസ് ദർ. അപ്പോൾ അതിനാണ് ഗ്ലോബൽ പൊല്യൂട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻ്റ്, ഫോർ എക്സാമ്പിൾ ഒരു വോൾക്കാനിക് എറപ്ഷനിൽ നിന്ന് വരുന്ന ഗ്യാസ്, അല്ലെങ്കിൽ വെഹിക്കിൾസിൽ നിന്ന് വരുന്ന കാർബൺ മോണോക്സൈഡ്, ഇതെല്ലാം പ്രൈമറി പൊല്യൂട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഹിയർ യു ക്യാൻ സി
Suspended particulate matter such as smoke, dust, fumes, mist, and spray. Traces of metals like lead, cadmium, copper, nickel, mercury, and iron. Then comes sulfur oxides, nitrogen oxides, carbon monoxide, carbon dioxide, then volatile organic compounds such as CFC, chlorofluorocarbon. You have already studied all this. Now let us move on to secondary pollutants. അപ്പോൾ secondary pollutants എന്ന് പറയുന്നത് പ്രൈമറിലി അവർ എമിറ്റ് ചെയ്തതിന് ശേഷം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും, പിന്നെ വീണ്ടും അറ്റ്മോസ്ഫിയറിലുള്ള മറ്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് സെക്കൻഡറി പൊല്യൂട്ടൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, ഓസോൺ ഈസ് വൺ എക്സാമ്പിൾ. അപ്പോൾ വേറെ കുറേ എക്സാമ്പിൾസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് പാർട്ടിക്കുലേറ്റ് മാറ്റർ ഫോം ഫ്രം ഗേഷ്യസ് പ്രൈമറി പൊല്യൂട്ടൻസ്. അതായത് ഇപ്പോൾ നമ്മൾ സ്മോഗൊക്കെ പറയും, സ്മോഗ് ഇല്ലെങ്കിൽ എയറോസോൾസ്. അതുപോലെ ഏറ്റവും നല്ല എക്സാമ്പിൾ സ്മോഗാണ്. സ്മോക്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സ്മോക്കും അറ്റ്മോസ്ഫിയറിലെ ഫോഗും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് സ്മോഗ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊരു സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ്. സോ ഹിയർ ഇറ്റ് ഇസ് ഷോൺ കോമ്പൗണ്ട്സ് ഇൻ ഫോട്ടോകെമിക്കൽ സ്മോക്ക് സച്ച് ആസ് നൈട്രജൻ ഡയോക്സൈഡ്, അതുപോലെ ഓസോൺ, ദെൻ പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ്. അപ്പോൾ ചില പൊല്യൂട്ടൻസ് പ്രൈമറിയും ആയിരിക്കാം, സെക്കൻഡറി ആയിരിക്കാം. അതായത് അവർ ഡയറക്റ്റ്ലി എമിറ്റ് ആവും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പ്രൈമറി മീൻസ് അത് നേച്ചറിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടും അത് ഫോം ചെയ്യാം. ഫോർ എക്സാമ്പിൾ നൈട്രജൻ ഡയോക്സൈഡ് ഇപ്പോൾ സ്മോഗിൽ ഫോം ചെയ്യണമെന്നില്ല, അതൊരു പ്രൈമറി പൊല്യൂട്ടൻ്റ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ക്രൈറ്റീരിയ എയർ പൊല്യൂട്ടൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്രൈറ്റീരിയ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ബേസിക്കലി അറ്റ്മോസ്ഫിയറിൽ വന്നതിന് ശേഷം അവർ കോസ് ചെയ്യുന്ന ട്രബിൾസ്, അതായത് ദേ ക്യാൻ കോസ് ഹെൽത്ത് ഹസാർഡ്സ്, ആസിഡ് റെയിൻ, സ്മോക്ക് എക്സെട്ര. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് US EPA അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഒരു ക്രൈറ്റീരിയ വൈസ് ഇത്ര എയർ കണ്ടാമിനൻസിനെ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയാണ് ക്രൈറ്റീരിയ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി ഈ ഫോസിൽ ഫ്യൂവലിൽ നിന്നും കമ്പഷൻ, അതായത് നമ്മുടെ വെഹിക്കിൾസിൽ നിന്ന് വരുന്ന പൊല്യൂട്ടൻസ്, കാർബൺ മോണോക്സൈഡ് പോലത്തെ പൊല്യൂട്ടൻസും അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സസിൽ നിന്ന് വരുന്ന ഗ്യാസസും എല്ലാം അവർ ക്രൈറ്റീരിയ പൊല്യൂട്ടൻസ് ആയിട്ടാണ് അവർ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രൈറ്റീരിയ എയർ പൊല്യൂട്ടൻസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തത് നോക്കാം. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഒരു എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് ഈ 6 പൊല്യൂട്ടൻസ്, അതായത് ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള 6 പൊല്യൂട്ടൻസിൻ്റെ ബേസിസിലാണ്. അതായത് ആ പൊല്യൂട്ടൻസിൻ്റെ അളവ് എത്രത്തോളം കൂടുതലാണോ കുറയുന്നോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറയുന്നത് US നാഷണൽ ആംബിയൻറ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്നാണ്. അപ്പോൾ അത് അവർ ബേസ് ചെയ്തേക്കുന്നത്, EPA ബേസ് ചെയ്തേക്കുന്ന 2 രീതിയിലാണ്. പ്രൈമറി സ്റ്റാൻഡേർഡ് ഉണ്ട്, സെക്കൻഡറി സ്റ്റാൻഡേർഡ് ഉണ്ട്. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. അതായത് ആസ്മയുള്ള ആൾക്കാർക്കും കുട്ടികൾക്കും അതുപോലെ പ്രായമായ ആൾക്കാരെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് പ്രൈമറി സ്റ്റാൻഡേർഡ്. സെക്കൻഡറി സ്റ്റാൻഡേർഡ് സാധാരണ ഒരു നോമിനൽ റേഞ്ച്. അപ്പോൾ ഇവർ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് 6 പൊല്യൂട്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്, ലെഡ്, ഗ്രൗണ്ട് ലെവൽ ഓസോൺ, പാർട്ടിക്കുലേറ്റ് മാറ്റർ, നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ്. ഈ 6 പൊല്യൂട്ടൻസിനെയാണ് ക്രൈറ്റീരിയ പൊല്യൂട്ടൻസ് ആയിട്ട് US EPA ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 6 പൊല്യൂട്ടൻസിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചായിരിക്കും അവർ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. അതായത് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ആ പെർട്ടിക്കുലർ ഏരിയ സേഫ് ആണോ അതോ അവിടെ ഭയങ്കര പൊല്യൂട്ടഡ് ആണോ എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഏത് സ്ഥലത്തെ ഒരു അറ്റ്മോസ്ഫിയറിക് ഇല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിക് പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആപ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ടെമ്പറേച്ചർ, അതുപോലെ റെയിൻഫോളിൻ്റെ പ്രോബബിലിറ്റി, ഹ്യൂമിഡിറ്റി, അതുപോലെ വിസിബിലിറ്റി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യങ്ങളുണ്ട്, എയർ ക്വാളിറ്റി ഇൻഡെക്സ് കാണിക്കും. അതായത് അവിടെ ആ പെർട്ടിക്കുലർ പ്ലേസിലെ എയർ ക്വാളിറ്റി എത്രത്തോളമാണ്. അത് ഇൻഡെക്സ് ഏറ്റവും കുറവാണെങ്കിൽ അത് ഹൈലി എന്താണ് അത് പൊല്യൂട്ടഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. ഭയങ്കര കൂടുതലാണെങ്കിൽ ഹൈലി പൊല്യൂട്ടഡ് ആയിരിക്കും. ഇപ്പോൾ ഡൽഹിയിലേക്ക് എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ കൂടുതലാണ്, കാരണം അവിടെ ഹൈലി പൊല്യൂട്ടഡ് ആണ്. അപ്പോൾ ഇതിന് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെ 6 പൊല്യൂട്ടൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇവർ പറയുന്നത്. ഇതല്ലാതെയും ഉണ്ടാവും, പക്ഷെ ഇതാണ് പ്രൈമറിലി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ റിപ്പീറ്റ് ചെയ്യാം. ഈ 6 pollutants which are set as criteria air pollutants are ozone, carbon monoxide, sulfur dioxide, nitrogen oxides, lead and particulates. Now let us move on to sources of air pollution.
അപ്പോൾ എയർ പൊല്യൂഷൻ നേച്ചറിൽ നിന്ന് എയർ പൊല്യൂഷൻ ഉണ്ട് ഓൾറെഡി, അത് അത്ര ഹാംഫുൾ അല്ല. പിന്നെ വരുന്ന എയർ പൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് മാൻമെയ്ഡ് എയർ പൊല്യൂഷൻ ഓർ ആന്ത്രോപോജനിക് എയർ പൊല്യൂഷൻസ്. അപ്പോൾ നാച്ചുറൽ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പോളൻ ഗ്രെയിൻസ് ഫ്രം ഫ്ലവേഴ്സ്, then comes dust from natural sources, then methane and hydrogen sulfide from anaerobic digestion of organic matter. Radioactive decays within the earth's crust can lead to gases, salt spray from sea, bacteria and fungal spores, smoke and carbon monoxide from wildfires, volcanic activities also can lead to particulates as well as some harmful gases. ഇനി നമുക്ക് മാൻമെയ്ഡ് സോഴ്സസിലേക്ക് പോകാം. മാൻമെയ്ഡ് സോഴ്സസിൽ രണ്ട് വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് മൊബൈൽ സോഴ്സ് ആൻഡ് അനദർ സ്റ്റേഷനറി സോഴ്സ്. അപ്പോൾ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, മൊബൈൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്ത പൊല്യൂട്ടൻസ് സ്പ്രെഡ് ചെയ്യുന്നതിനാണ് മൊബൈൽ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന വെഹിക്കിൾസൊക്കെ മൊബൈൽ സോഴ്സാണ്. അതുപോലെ സ്റ്റേഷനറി സോഴ്സ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എനി ഇൻഡസ്ട്രി ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ സ്റ്റേഷനറി സോഴ്സ്. അപ്പോൾ മൂവിങ് സോഴ്സ് അല്ലെങ്കിൽ മൊബൈൽ സോഴ്സുകളിൽ ഏറ്റവും ടോക്സിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 2 വീലേഴ്സ് ആൻഡ് 3 വീലേഴ്സ് ആണ്, റാദർ ദാൻ ഹെവി ട്രക്സ് ഓർ എനി കാർസ്. ആൻഡ് ഓൾസോ ഇത് കൂടാതെ മൊബൈൽ സോഴ്സുകൾ വേറെ ഉള്ളത് നമ്മളിപ്പോൾ ലോണിലൊക്കെ യൂസ് ചെയ്യുന്ന മൂവിങ് എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഫാമിലും കൺസ്ട്രക്ഷനിലും ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ട്രാക്ടർ അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന എക്സ്കവേറ്റേഴ്സ്, അതുപോലെ ക്രെയിൻസ്, ഇതിനൊക്കെ നമ്മൾ ഡീസൽ പവർഡ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നും പൊല്യൂഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ റെക്രിയേഷണൽ വെഹിക്കിൾസ്, ബോട്ട്സ്, ട്രെയിൻ, ഇതെല്ലാം മൊബൈൽ സോഴ്സിൽ പെടുന്നതാണ്. സ്റ്റേഷനറി സോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രീസ്, എനിത്തിങ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആസ്ഫാൾട്ടിക് പ്ലാന്റ്സ്, ബോയിലേഴ്സ് ആൻഡ് ഹീറ്റിംഗ് ഇൻസ്റ്റലേഷൻസ്, സിമെൻറ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ്, സ്റ്റീൽ പ്ലാന്റ്സ്, ഫെർട്ടിലൈസർ മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ്, മിനറൽ ആസിഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്, പേപ്പർ ആൻഡ് പൾപ്പ് പ്ലാന്റ്സ്, പവർ പ്ലാന്റ്സ്, മുനിസിപ്പൽ ഇൻസിനറേറ്റേഴ്സ്, സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, ഇതെല്ലാം സ്റ്റേഷനറി സോഴ്സ്. ഒരു പെർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് ഒരു വൈഡ് ഏരിയയിലേക്ക് പൊല്യൂട്ടൻസിനെ സ്പ്രെഡ് ചെയ്യുന്നതാണ് സ്റ്റേഷനറി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ മൊബൈൽ സോഴ്സ് അതുപോലെ സ്റ്റേഷനറി സോഴ്സ് കൂടാതെ വേറൊരു ഫോം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ദയർ. ഇറ്റ് ഈസ് പോയിന്റ് സോഴ്സ്, ഏരിയ സോഴ്സ് ആൻഡ് ലൈൻ സോഴ്സ്. സോ പോയിന്റ് സോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേഷനറി സോഴ്സും പോയിന്റ് സോഴ്സും ഒക്കെ സെയിം ആണ്. ഏരിയ സോഴ്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പൊല്യൂട്ടൻസിനെ എമിറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിനാണ് ഏരിയ സോഴ്സ് എന്ന് പറഞ്ഞത്. അതായത് ഒരു ചെറിയൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ചിലപ്പോൾ അത്രയും പൊല്യൂട്ടൻസിനെ എമിറ്റ് ചെയ്യില്ല, പക്ഷെ അതുപോലെ കുറേ സിമിലർ ആയിട്ടുള്ള പൊല്യൂഷൻ സോഴ്സുകൾ ഒന്നിക്കുമ്പോൾ ദാറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഏരിയ സോഴ്സ്. അപ്പോൾ ഏരിയ സോഴ്സിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു കളക്ഷൻ ഓഫ് സോഴ്സുകളെല്ലാം കൂടി 25 ടൺസ് പെർ ഇയർ പൊല്യൂട്ടൻ്റ് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു ഏരിയ സോഴ്സായിട്ട് നമുക്ക് കണക്കാക്കാം. ഇല്ലെങ്കിൽ അതിനകത്തൊരു സിംഗിൾ സോഴ്സ് is emitting around 10 tons per year air pollutant, then that can also be considered as an area source. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് റെസിഡൻഷ്യൽ ഹീറ്റിംഗ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ കമേഴ്ഷ്യൽ ഹീറ്റിംഗ്, പിന്നെ ഓൺ സൈറ്റ് ഇൻസിനറേറ്റേഴ്സ്, ഓപ്പൺ ബേണിങ്സ്, ഇതെല്ലാം ഏരിയ സോഴ്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കുറേ റൂട്ട്സ് ഉള്ള ഒരു മൊബൈൽ സോഴ്സ്, അതായത് എയർക്രാഫ്റ്റ്സ് ആവാം, വെസൽസ് ആവാം, ഇല്ലെങ്കിൽ ഈവൻ റെയിൽ യാർഡ് ലോക്കോമോട്ടീവ്സ്, എനിത്തിങ് ദാറ്റ് ക്യാൻ ഓൾസോ ബി ടേംഡ് ആസ് എൻ ഏരിയ സോഴ്സ്. അപ്പോൾ ഈവൻ മൂവിങ് സോഴ്സസ് വെൻ ദേ ഹാവ് ഇൻഡെഫിനിറ്റ് റൂട്ട്, അതൊരു ഏരിയയിലേക്ക് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ അതിനെ ഒരു ഏരിയ സോഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ഇസ് ലൈൻ സോഴ്സ്. ലൈൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റൂട്ടിൽ മാത്രം പൊല്യൂട്ടനെ എമിറ്റ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈവൻ ഇറ്റ്സ് റെയിൽ റൂട്ട്, അതായത് ഇപ്പോൾ ഡീസൽ പവേർഡ് ട്രെയിൻസ് ഒക്കെ ആണെങ്കിൽ റെയിൽ റൂട്ട് ഒരു ഇതാണ്. പിന്നെ വലിയ വലിയ ഹൈവേ, നാഷണൽ ഹൈവേസ് പോലത്തെ ഹൈവേസ്, ദാറ്റ് ക്യാൻ ഓൾസോ ബി കൺസിഡർ ആസ് എ ലൈൻ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ. അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സാണ്. അതായത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ വളരെ എല്ലാം ഇറ്റ്സ് പ്രോബബിൾ, ഉറപ്പായിട്ടും പൊല്യൂട്ടൻസ് വരുന്നു എന്ന് നമുക്കറിയാം. ഇതിനൊക്കെ പുറമെ അഗ്രികൾച്ചറിൽ നിന്ന് വരെ പൊല്യൂട്ടൻസ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അഗ്രികൾച്ചർ നമുക്കറിയാം നാച്ചുറലായിട്ട് വരുന്ന ഒരു പൊല്യൂട്ടൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആനിമൽസിനെല്ലാം ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക്, പശുത്തൊഴുത്തിലൊക്കെ കുറേ പശുക്കളുണ്ട്, അല്ലെങ്കിൽ ഫാമിൽ കുറേ ആനിമൽസ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ എക്സ്ക്രീറ്റ് അത് മാനുവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ആ മാനുവർ വെൻ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് it will emit ammonia into the air which can be considered as a pollutant.
അതുപോലെ തന്നെ മാനർ നമ്മൾ സോയിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അത് പിന്നീട് വേണമെങ്കിൽ ഒരു പൊല്യൂട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് അഗ്രികൾച്ചറൽ വെൻ ഇറ്റ് ബിക്കംസ് എ ഹ്യൂജ് ഇൻഡസ്ട്രി നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ഇതെല്ലാം നമ്മൾ കൂടുതൽ ഈൽഡിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പെസ്റ്റിസൈഡ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക. ഇതൊക്കെ അൾട്ടിമേറ്റ്ലി വളരെ ഹാംഫുൾ പൊല്യൂട്ടൻസ്, എയർ പൊല്യൂട്ടൻസ് ആയിട്ട് മാറും. സോ അഗ്രികൾച്ചറൽ സോഴ്സ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സോഴ്സാണ്. അതിന് നമുക്ക് കുറേ പൊല്യൂട്ടൻസ്, എയർ പൊല്യൂട്ടൻസ് ജനറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ മേജർ സോഴ്സ്. ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ മേജർ സോഴ്സ് ഓഫ് എയർ പൊല്യൂട്ടൻറ്റ്. അപ്പോൾ ഈ പൊല്യൂഷൻ സോഴ്സസ് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പോൾ വാട്ട് ആർ ദ സോഴ്സസ്? യു ഹാവ് ടു സോഴ്സസ്, സ്റ്റേഷനറി സോഴ്സസ് ആൻഡ് മൊബൈൽ സോഴ്സസ്. മൊബൈൽ സോഴ്സുകളിൽ വരുന്നത് line sources and area sources. In stationary source you have the point sources and the area source. Area source is there in both stationary and mobile. അപ്പോൾ പോയിന്റ് സോഴ്സ് നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്, പവർ പ്ലാന്റ്സ്, ഫ്യൂവൽ കമ്പഷൻ ഫ്രം ഇൻഡസ്ട്രീസ് ലൈക്ക് കോൾ, ഓയിൽ, ഗ്യാസ് എക്സെട്ര, സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ, മുനിസിപ്പൽ ഇൻസിനറേഷൻസ്, ഓപ്പൺ ബേണിംഗ്, then some miscellaneous activities. In area source you have residential heating, institutional commercial heating, on-site incineration, open burning, evaporative losses, etc. Line source, area source നേരത്തെ പറഞ്ഞ പോലെ it is all purely from the vehicles or railway and vessel movements. So here you have line source, you have highway vehicles, railroad locomotives, channel vessels, etc. In area source you have motor vehicle, rail yard locomotives, port vessels, aircrafts, etc. So that's all about air pollution, pollutants and their sources. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് അതിൻ്റെ എഫക്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അതുകൊണ്ട് എന്തൊക്കെ എഫക്ട്സ് ഉണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ ഈ PPTയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു നോട്ട്സും ഷെയർ ചെയ്യാം. അതിൻ്റെ അകത്ത് ഓരോ പൊല്യൂട്ടൻ്റ്, അതായത് കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ള ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആ നോട്ട്സിൽ പറയുന്നുണ്ട്. അത് ജസ്റ്റ് PPTയിൽ ഇങ്ങനെ എലാബറേറ്റ് ആയിട്ട് പറയുന്നതിൽ കാര്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പോൾ ഈ സെക്ഷൻ്റെ നോട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അതും കൂടി തരാം. അപ്പോൾ നിങ്ങൾ PPT മാത്രം ഫോളോ ചെയ്താൽ പോരാ, ആ നോട്ട്സും കൂടി വായിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.